സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു 2 ദിവസമായിട്ട് എന്തോ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, റോസ്റ്റിംഗ് ഒന്നും ഇല്ലയോ എന്ന്. ഇത് പിടിച്ചോ, ഇൻസ്റ്റാഗ്രാമിലെ കുറേ വധൂരികളെ ഇന്ന് നമ്മൾ ഒടിച്ചു മടക്കും. അതേപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ സഹിക്കുന്നത് പോരാതെ ടിക്ടോക്കിനെയും കൂടെ സഹിക്കണം. അതേ ഗൈസ്, ടിക്ടോക്ക് ഈസ് ബാക്ക്. ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക്. ടിക്ടോക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങി. 5 വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് മടങ്ങിവരവ്. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. ഇന്ന് എല്ലാവരെയും നമുക്ക് കീറി മുറിച്ച് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം, അഭിപ്രായങ്ങൾ കമന്റ് വെച്ചേക്കണം. വീഡിയോയിലോട്ട് പോകും. കല്യാണക്കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. ഉഴപ്പോ? ഞാനോ? കർത്താവ് പൊറുക്കല പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് സത്യം പറഞ്ഞു എന്തുകൂടെ ഇതൊക്കെ എന്റെ മേല് പെരുക്കുന്നത്. ഒരു സെക്കൻഡ്. അലിൻജോസ് പെരേര ആക്ടറോ? ഇങ്ങനെ ആരാ ആക്ടറാക്കി? ആരാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം കൺട്രോൾ ചെയ്യുന്ന ആരാ? അവന്റെയൊക്കെ പെടലി എത്തി വലിയ പെടലി കുറഞ്ഞം കൊടുക്കണം. ഇങ്ങനെ ആരാ സിനിമയിൽ അഭിനയിപ്പിക്കുന്നേ? എനിക്ക് കാണണം പുള്ളിക്കാരനെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ രീതി ഷോർട്ട് ഫിലിം അല്ലാതെ അങ്ങനെ ഒന്നിലും അഭിനയിച്ചിട്ടില്ല. അതും ആ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയത് ഇങ്ങനെ തന്നെ. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ ഒഴിച്ച് പുള്ളിക്കാരനെ ഈ നാട്ടുകാർ മൊത്തം ഇട്ട് ഊക്കുന്നുണ്ട്. എന്തിനു പറയാൻ, അങ്ങനെ കൂടെ നടക്കുന്നില്ല, അങ്ങാരി വരെ ഇങ്ങനെ ഇട്ട് കളിയാക്കുക. കോമഡി അതല്ല, അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പോലും ഇല്ല നമ്മുടെ സ്വന്തം അലിൻജോസ് കുഞ്ഞുവിന്. ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഉള്ളവരെ എങ്ങനെയെങ്കിലും സഹിക്കാം, പക്ഷേ അലിൻജോസ് പെരേരയെ സഹിക്കാൻ ഒക്കത്തില്ല, പറ്റത്തില്ല. ഓക്കെ, അടുത്തതായി വരാൻ പോകുന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഈ ഗസ്റ്റിനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീല്. എല്ലാ റീൽസും കാണുന്ന തൊട്ട് നമുക്ക് ഒരിക്കലും ഈ പുള്ളിക്കാരൻ്റെ റീൽസ് നമുക്ക് കാണാൻ ഒക്കത്തില്ല. ഇറങ്ങി വന്നാച്ചി കടലെ കൊണ്ടാലിക്കും സുനാമിയെ ഉണ്ടാച്ചു. ആ വരി, ആ ഈണം ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാമോ? മോണിക്ക, my dear Monica, love you Monica, baby ma Monica. Wow, പാലാസജി is back. പാലാസജി is back. പാലാസജിയുടെ മണ്ടത്തരങ്ങൾ, സോങ്, ആംഗ്യങ്ങളെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. മോണിക്ക, വാവ്, ആ സോങ് കേട്ടിരുന്ന നമ്മൾ ആസ്വദിച്ചിരുന്നു. അവിടെ നിന്ന് എഴുതുന്നേക്കാൻ ഒക്കത്തില്ല, തളർവാദം പിടിച്ചു. എന്തായാലും നമുക്ക് മറ്റുള്ള റീൽസ് പാലാസജിയുടെ റീൽസ് കൊണ്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം മറ്റുള്ള റീൽസ് തൊട്ട് വെറുപ്പീരല്ല പാലാസജി. ആ സോങ്ങും അതിലെ വരികളും എന്തോ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കണം, എന്നാലേ ആ ഫീല് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ അത് എന്തായാലും പാലസജി ദാസട്ടിലൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നല്ലോണം കൊഴുക്കും. എന്തായാലും ഇപ്പോഴത്തെ ഡാൻസും വെറുപ്പീരും അതിനേക്കാളും ഒക്കെ നല്ലത് എന്തുകൊണ്ടും പണ്ടത്തെ പാലസജിയും ദാസട്ടും കോഴിക്കോടും തന്നെ ആയിരുന്നു. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് പണ്ടത്തെ ദാസട്ടിനും പാലസജി ആയിരുന്നു ഇഷ്ടം, അത് ഇപ്പോഴത്തെ ആൾക്കാരെയാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് എന്തുവാ? ചെറിയ കുട്ടികൾ ഈ വീഡിയോ ഇവന്റെ തന്നെ കാണണമല്ലോ, നോക്കട്ടെ. കാണുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോവുക. വലിയ ആൾക്കാർ മാത്രം കാണുക, മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, വളരെ സാഹസികമായിട്ട് ഞാനൊരു സംഭവം കാണിക്കാൻ പോവാണ്. ഒരുപാട് പേര് എന്തുവാ വളരെ സാഹസികമായിട്ട് ഞാനൊരു സംഭവം കാണിക്കാൻ പോവാണ്. വലിയ ആൾക്കാരെ മാത്രം ഏതാണ്ട് കാണിക്കാൻ പോകുന്നത് നോക്കിയിരുന്നു. എന്താണ് ഓ ഫോർ ഓപ്പിളാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഓ ഫോർ ഓപ്പിൾ. കൊച്ചുകുട്ടികൾ ആരും വീഡിയോ കാണരുത് കേട്ടോ, കാരണം കൊച്ചുകുട്ടികൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടല്ലോ. ഈ LKG-യിലും UKG-യിലും ഒക്കെ ആപ്പിളിന്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ ആരും കാണല്ലെന്ന് പറഞ്ഞു. അവന്മാർ വീട്ടിൽ നിന്ന് ബാറ്റ് എടുത്ത് തന്നെ മണ്ടക്കടിക്കും. നീ ഇങ്ങനെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കാർ വന്ന് ഇന്നെ ആ ഓപ്പിള് മൂക്കിൽ കൂടെ തീറ്റിക്കും. നീ നോക്കിക്ക്. എൻ്റെ പൊന്നെ, വെറുപ്പീരെന്ന് പറഞ്ഞാൽ ഇതാണ് വെറുപ്പീര്. വെറുപ്പീരിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ ഇവനാണത്. കണ്ടോ, ഞാൻ പറഞ്ഞത് വലിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് ഇവനേക്കാളും ഒക്കെ നല്ലത് ആ പാലാസജിയും ദാസേട്ടനും തന്നെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത റീൽസ് അപ്ലൈ ചെയ്യാം. അലിൻജോസ് ബൈക്ക് പിടിച്ചിരുന്നു. പുള്ളിക്കാരൻ ക്ലച്ചെന്ന് പറഞ്ഞ് കയറി പിടിച്ചത് ബ്രേക്കില്ല. എന്ത് കാണിക്കുന്നത്? ഇത് ഉടുപ്പിന്റെ അകത്തോട്ടെല്ലാം കൂടെ ഉറുമ്പിനെ വാരിയിട്ട് വിട്ടുണ്ട്. അയ്യോ, ഉടുപ്പത്ത് കുറുമ്പ്, ദേഹം മൊത്തം കുറുമ്പ് അടിക്കുന്നത്. അതിന്റെ അടിയിലത്തെ ക്യാപ്ഷനും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദിലീപേട്ടന് റീക്രിയേഷൻ ചെയ്തെന്ന്. ഇതിന് ചേരുന്നത് ഈ മാസ് BGM അല്ല, ഇതിന് ചേരുന്ന BGM നിങ്ങളൊന്ന് കണ്ടു നോക്ക്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, പോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി ചിരികളായി.
സത്യം പറഞ്ഞ ഈ പുള്ളിക്കാരനെയൊക്കെ ആരാണ് സിനിമ വിളിക്കുന്നത്? ആ മുഖത്തെ എക്സ്പ്രഷൻ നോക്കുക, ആ പാട്ടിന് ചേരാത്ത എക്സ്പ്രഷൻ. ഞാൻ പറയാം, റൊമാൻറ്റിക് സോങ് ആണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര കലിപ്പായിരിക്കും. ആ മുഖത്തെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മതി. നല്ല കലിപ്പ് സീമല്ലോ ആണെങ്കിൽ പുള്ളിയുടെ മുഖത്ത് അങ്ങ് ക്യൂട്ട്നെസ് ഒഴുകി അങ്ങ് വീഴും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുള്ളിക്കാരൻ്റെ സിനിമ കളിച്ച് കഴിഞ്ഞാൽ അത് ബോക്സ് ഓഫീസിൽ കയറും, ഉറപ്പാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ട റീൽസ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള റീൽസ് ആയിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ ബംഗാളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോയി. മച്ചാനെ ഇതെന്താണെന്നറിയോ? ഇതാണ് ചെമ്പരത്തി. ആസാം കൃഷിയാണ്. കൃഷി കേരളത്തിലുണ്ടോ? എന്താ മച്ചാനെ, അത് ആസാം കൃഷിയാണോ? എനിക്കറിയത്തില്ല. നമ്മുടെ തമ്പടത്തിപ്പൂവാണോ? തമ്പടത്തിപ്പൂ. എടാ, നിനക്കൊക്കെ ബംഗാളി പോയി വല്ല റോസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ പോലെ. അവന്മാര് ബംഗാളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന്മാർ കേരളത്തിൽ വന്ന് കേരളക്കാരെ റോസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കണ്ണാപ്പി ബീജമും കൂടി ഇടുമ്പോഴേക്ക് പുള്ളിക്കാരുടെ വിചാരം അയ്യോ കാണുമ്പോൾ മാസ് ഉണ്ടയാ ഉണ്ട. കാലിഫ്ലവർ എനിക്കറിയത്തില്ല, അത് കാലിഫ്ലവർ ആണ്. നോക്ക്, അവന് നേരെ പോയി കോളിഫ്ലവർ എന്ന് പറയാൻ അറിയത്തില്ല. എന്നിട്ട് അവൻ കേരളക്കാരെ റോസ്റ്റ് ചെയ്യുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൽ എഫക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആരും ചിരിക്കത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ തന്നെ ചിരിക്കുന്ന ഒരു എഫക്റ്റ് അങ്ങ് എടുത്തിട്ടേക്കുക. ഈ റിയാക്ഷനിലൊക്കെ വന്ന് ബംഗാളികൾ ചിരിക്കുന്ന ഇമോജിയൊക്കെ എടുത്തിടുമായിരിക്കും. പക്ഷെ കേരളക്കാർക്ക് ഇത് കാണുമ്പം സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നു എൻ്റെ അടുത്ത്. ഓക്കെ, ഇപ്പൊ അടുത്ത് എന്തുവാ? ഹായ്, ഞങ്ങൾ ഓണപ്പരിപാടി ഇരിക്കുന്നുണ്ട്. അപ്പൊ മാവേലിയായിട്ട് AJP വരുന്നതായിരിക്കും. എറണാകുളം മുതൽ തൃശ്ശൂർ വരെ വരാൻ തയ്യാറാണ്. എറണാകുളം, തൃശ്ശൂര്, ആലപ്പുഴ, പിന്നെ രവള്ളൂര്, അരൂര്, ചന്തൂര്, തുറവൂര്, ജില്ല, പിന്നെ ചാലക്കുടി പോകും. തൃശ്ശൂർ പോകും മാക്സിമം. അപ്പോൾ വരാനുള്ള ഫീസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യും. ഹാപ്പി ഓണം എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ ഈ റീൽസിൽ കൂടെ നമുക്ക് മനസ്സിലായത് അലിൻ ജോസ് പുതിയ വേഷത്തിൽ വരുന്നു, പുതിയ ഭാവത്തിൽ വരുന്നു. ഓണം എല്ലാം കൂടെ നശിപ്പിക്കാൻ വേണ്ടി മാവേലിയായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് മാവേലി കണ്ടു കഴിഞ്ഞാൽ മാവേലി കേരളത്തിലോട്ട് വരാതെ തിരിച്ചു ഓടും വന്ന വഴിക്ക്. എന്തായാലും നമ്മൾ ഇത് കണ്ടപ്പോഴും ഓർത്ത്, എന്തായാലും സ്കൂളിലെ പുലികളിക്ക് പുള്ളിക്കാരനെ വിളിക്കുക, അതാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ് മാച്ചാ. ഒരു ഭാഗത്ത് ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ടെക്നോളജികളൊക്കെ എത്ര വളർന്നാലും വിവേമാരുടെ ഒന്നും ബുദ്ധിക്ക് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും അതേ ആ ലെവലിൽ തന്നെ നിൽക്കുക. താന്നു പോകുന്നില്ല, അത് കയറി വരുന്നില്ല ബുദ്ധി അങ്ങോട്ട്. കേസ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ ഡാർക്ക് സൈഡാണ്. അതായത് ഈ എത്ര ദിവസം വാങ്ങി തരാൻ വേണ്ടി അതുകൊണ്ടായി പിണങ്ങി നിൽക്കുന്നത്. അത് കപ്പലണ്ടി കടയിന്ന്. എടാ, ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ആരും അറിയാതെ പോലും എടുത്ത് നോക്കിയേക്കല്ലേ. എന്തുവാടെ ഓവർ ക്യൂട്ട്നെസ് ഇട്ട് അങ്ങ് മെഴുകും അതിനകത്ത് കിടന്ന്. ഒരു ഭാഗത്ത് ആൾക്കാർ കുറെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു, ഒരു ഭാഗത്ത് കുറെ ആൾക്കാർ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്നു. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയല്ലേ ട്രെൻഡ്. ഇതിനെ കൊണ്ടൊന്ന് വെറൈറ്റി വീഡിയോസ് ചെയ്ത് വൈറലാവാൻ പറ്റത്തില്ലെന്ന് ഇതിനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോമാളിത്തരമൊക്കെ കാണിച്ച് വൈറലാവാൻ നടക്കുന്നത്. ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക്. ടിക്ടോക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങി. 5 വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് മടങ്ങിവരവ്. നേരത്തെ വിലക്കിയ ചൈനീസ് ആപ്പുകളിൽ പലതും തിരിച്ചു വരികയാണ്. അതെ, ഫൈനലി ടിക്ടോക്ക് ഇസ് ബാക്ക് ഗൈസ്. എൻ്റെ യൂട്യൂബ് കരിയർ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇനി ടിക്ടോക്കിനെയൊക്കെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ന്യൂസുകാരൊക്കെ ടിക്ടോക്ക് വന്നെന്നും പറഞ്ഞ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പം അതിൻ്റെ അർത്ഥം ടിക്ടോക്ക് തിരിച്ചു വരാൻ പോകുന്നതെന്ന് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഏകദേശം. വരട്ടെ, നമുക്കൊക്കെ ഒരുമിച്ച് വരവേക്കാം. റോസ്റ്റിംഗ് റിയാക്ഷൻ ചെയ്യുന്നവരെല്ലാം നോക്കിയിരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നമ്മുടെ ടിക്ടോക്കിൻ്റെ കംബാക്ക്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും നമ്മൾ ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ റിയാക്ഷനും റോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ റീൽസ് കഷ്ടപ്പെട്ടെടുത്ത് അത് കണ്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ പെടുന്ന പാട്, അത്രയും പാടുപെട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കുക, സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കിക്കൂടെ? സബ്സ്ക്രൈബിൽ നിന്ന് ഞെക്കിയ ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. വീഡിയോ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണം. നേരത്തെ ചെയ്ത ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ വീഡിയോ വേണമെങ്കിൽ നേരെ ഇതിലോട്ട് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ വരെ എല്ലാവർക്കും ബൈ.